ഹൈല് മുറിയലപ്പോൾ, സിന്നുൽ യൗസ് ഹൈലിനെ തൊട്ട് ആശ മുറിയുന്നതെപ്പോൾ. ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ബന്ധുമിത്രാദികളോട് റിയാസാക്കി കണ്ടുപിടിക്കണം. ആ പെണ്ണിന്റെ റിലേറ്റീവ്സ്, പെങ്ങന്മാർ, മുത്തമ്മ, ഇളയമ്മ, മാതാവ്, അങ്ങനെ ബന്ധുമിത്രാദികളോട് റിയാസാക്കണം. അവർക്ക് എപ്പോഴാണോ ആർത്തവം നിലച്ചത്, എന്നാൽ ഇവൾക്കും ആ പ്രായമെത്തിയാൽ നിലക്കും. സിന്നുൽ യൗസ്, യൗസിന്റെ പ്രായം കണ്ടെത്തിയിട്ട് വേണ്ടേ ഇദ്ദ തീരുമാനിക്കാൻ. സിന്നുൽ യൗസ് പരിശോധിക്കേണ്ടത് എങ്ങനെ? കുടുംബക്കാരെ കൊണ്ട്. റാഫി ഇമാമും എത്തമളക്കി, അയ്യേ ആർത്തവത്തിന് എന്ത് കുടുംബം വന്ന്? കുല്ലുന്നിസാൽ വേൾഡ് വൈഡ്ലി 3 എന്ന ആ നോട്ടം മാത്രം ഇട്ടാൽ മതി. കുടുംബം എന്തെന്ന് ഇമാം നവവി ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയാണ്. കുടുംബമായിട്ട് ബന്ധമില്ല. ഫിൽ യൗസി അലൽ ജദീദി യൗസു അശീറതിഹാ ഐ നിസായ ഖാരിബിഹാ യൗസു നിസായ ഖാരിബിഹാ. ആദ്യം നോക്കേണ്ടത് മിനൽ അബവൈനി, അബവൈനി ഒത്ത ബന്ധുക്കളെ പരിശോധിക്കുക. അല്ലഖ്റബിലിഹാ ഫല്ലഖ്റബി, അവളിലേക്ക് അടുത്തത്. അടുത്തത് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് അടുത്തതല്ല. പിന്നെ ഇങ്ങനെ അടുത്തത് 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 എന്നിങ്ങനെ അടുത്തത് അടുത്തത് എന്ന് പറഞ്ഞാല് നേരെ പെങ്ങളുണ്ടെങ്കിൽ പിന്നെ മുത്തമ്മാന്റെ മോളോട് ഖിയാസാക്കാൻ പാടുണ്ടോ? വാസിത്ത ഇല്ലാതെ പെങ്ങളുണ്ടെങ്കിൽ വാസിത്ത ഉള്ള പെങ്ങളുമായിട്ട് എങ്ങനെ ഖിയാസാക്കാം? കാക്കാന്റെ മോളുണ്ട് പോലും അവരുടെ കുടുംബക്കാരന്നെ, അവരുടെ അഭേദല്ലേ അല്ലേ? എന്താണ് കുടുംബത്തോട് ഖിയാസാക്കണം? അങ്ങനെ ഒരു വാക്യത്തെ അവർ തമ്മിൽ ബന്ധമുണ്ട്, പ്രകൃതി സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ ഒരു ഇല്ലത്ത് കൊണ്ട് വ്യത്യാസപ്പെട്ടു. നിസായിൽ അസബ, നിസാഉൽ അസബയോടാണ് ഖിയാസാക്കേണ്ടത്. മഹ്റുൽ മിസ്ലി ഇവിടെ തറവാടിന്റെ പെരുമയാണ്. അപ്പൊ അസബാക്കാരോടാ ഖിയാസം. എവിടെ? മഹർ എന്നത് നസബിന്റെ ശറഫിനുള്ളതാകുന്നു. ശറഫിന്റെ നീചത്വത്തിന്, നസബിന്റെ ഉന്നതിക്കും ഉന്നതിക്കേടിനും ഉള്ളതാണ് മഹർ. മഹർ എറുക പറയുക എന്നത് നസബിന്റെ ശറഫ് കൊണ്ടും നസബിന്റെ ഹിസ്സത്ത് കൊണ്ടും സംഭവിക്കുന്നതല്ലേ. അതുകൊണ്ട് അവിടെ അകാലിമീങ്ങളോടല്ല ഖിയാസാക്കിയത്. പിന്നെ ഈ കുടുംബത്തോട് ഖിയാസാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ നോക്കേണ്ടത്? മൂത്തമ്മാനോട് ചോദിച്ചേരം പറഞ്ഞ് അന്നേരം എൻ്റെ ആയിരുന്നു നിലച്ചത് 70 വയസ്സായരാന്ന്. ഇളയമ്മാനോട് ചോദിച്ചേരം പറയുന്നു 35 വയസ്സായരാന്ന്. ആകെ റിപ്പോർട്ടിൽ നിന്ന് അക്കല്ല് കൊണ്ട് അമൽ ചെയ്യുന്നു, അക്സർ കൊണ്ടല്ല. വക്കീല അക്സറുഹുന്ന വറജാഹു ഫിൽ മഖ്ലബി. ഈ കൗലാണ് പിടിക്കുന്നത്. ഈ റാഫി ഇമാമിന്റെ കൗല് കുടുംബത്തോട് ചേർത്തി നോക്കണം. അതാ പിടിക്കുന്നുണ്ടെങ്കിൽ അക്സറാ പിടിക്കേണ്ടത്. മഖ്ലബിൽ മെത്തോദാക്കിയില്ലേ? ഇതനുസരിച്ച് വമല്ല കരീബത്തലഹ തുഅതബറു, പരിഗണിക്കപ്പെടണം. ബിമാ ഫീ ഖൗലിഹി വഫീ ഖൗലിൻ യസ്ഖുൽ ലിന്നിസായി ഫീ കുല്ലി ലസ്മിന ബിഇതിബാരി മാ യബ്ലുഗുന ഖബറു വയുറഫൂൻ. പരമാവധി സ്ത്രീകളുടെ റിപ്പോർട്ടിൽ നിന്ന് എത്രയാണോ സിന്നുൽ യൗസ് അതൻ അഖ്സാ ആയത്തിൽ
സ്ഥിരപ്പെട്ടത് എന്താണോ അതാണ് വിശ്വസിക്കേണ്ടത്. മറ്റേതനുസരിച്ച് കരീബില്ലെങ്കിൽ കരീബ് ഉണ്ടെങ്കിലും ആരോടാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത്? ബന്ധുക്കളുമായിട്ട് എന്ത് ബന്ധം? ഇദ്ദയുടെ മബ്ന അലൽ ഇഹ്തിയാത്തി വ തലബിൽ യഖീനി കുല്ലുൻ നിസാ കൊണ്ട് നിദാനപ്പെടുത്തിയാലേ തിരിയുള്ളൂ. നിങ്ങളെ കുടുംബത്തിനുള്ള ഒരു ഖുസൂസിയത്ത് കൊണ്ടാ നിങ്ങൾ ഉറപ്പിക്കൽ സിന്നുൻ നിസാ വഹദ്ദു. അവർ പരിമിതമാക്കി, അവർ റിപ്പോർട്ട് ശേഖരിച്ചു നോക്കിയിരുന്നു. വഹദ്ദുഹു കണ്ട അവിടെ ചെറുവാനി ഒന്ന് തിരുത്താനുണ്ട്. അത് ഹുദൂദുഹു അതുണ്ടായിക്കോട്ടെ, അതങ്ങനെ തന്നെ അച്ചടി വേണ്ടത്, എന്നെങ്കിലല്ലേ അവർക്ക് തിരുത്താൻ കഴിയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. നാസിഖിന്റെ തഹരീഫാണത്. വാവിനെ മുന്തിക്ക് ബിതഖ്ദീമിൽ വാവി, ജംഇന്റെ വാവിന് മുമ്പ് എന്താക്ക്, എന്നിട്ട് അതിന്റെ ശേഷം ഇബാറത്തു അസ് വായിക്കും. വേണ്ടത് അങ്ങനെ ചില വെഫയിലുണ്ട്. നമ്മുടെ ദൂതുഹൂന്ന് കാണുന്നുണ്ട്, അത് പരാജയമാണ്. പിന്നെ ഇനി എഴുതിയാലാവോ? ഹദ്ദൂഹു എന്ന് വേണമെന്നാണ് അലി ഇബ്രാഹിം അൽസി തെളിയിക്കുന്നത്. അവർ സിനുലിയസിനെ കണക്കാക്കിയിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ട കൗലി 62 വയസ്സാണ്. ചന്ദ്രവർഷ പ്രകാരം 62. ആ അത്ര റിപ്പീറ്റ് ചെയ്ത് പരിശോധിച്ച് പണ്ഡിതന്മാർ പറയുന്നു. വേറെയും കൗലുകൾ ഉണ്ട്, അതൊന്നും സുബൂത്തായിട്ടില്ല. അതിന് ശേഷം പിന്നെ ആയിഷത്തിന്റെ വിധി വന്നില്ലേ? അപ്പൊ അഹ്കാമുകളെല്ലാം ആയിഷത്തിന്റെ വിധിയിലല്ലേ നടത്തല്. അതിനുശേഷം അത്ര റിക്കാർഡിക്കലായിട്ട് ആരെങ്കിലും റിപ്പോർട്ട് തന്ന എന്നിട്ട് വെക്കണമെന്നല്ലേ പണ്ട് പറഞ്ഞേ. ഒരു പെണ്ണ് 70 എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ സുബൂത്തായെങ്കിൽ എല്ലാവരും 70 ആക്കണം. 62 എന്ന് പറഞ്ഞത് അന്തിമം എല്ലാന്നാക്കണം. 85 അതിനാ റിപ്പോർട്ടുണ്ട്. 50 ആയാൽ പെണ്ണ് ഒന്നിനും കൊള്ളൂല, ചാവാളിയായി എന്നെല്ലാം പറയും. മുഹിനി വൈക്ക് 62 എന്നതാണ് പ്രസിദ്ധം. 60 എന്ന് കൗലുണ്ട്, 50 എന്നുണ്ട്, 70 എന്നുണ്ട്, 85 എന്നുണ്ട്, 90 എന്നുണ്ട്. അറബിയല്ലാത്ത പെണ്ണ് 50 ശേഷം അതിന് വരൂല പോലും. 60 ശേഷം കൃഷിയൊക്കെല്ലാണ്ട് അതിന് വരൂല എന്നും പറയും. അങ്ങനെയെല്ലാം പറഞ്ഞു. 62 ഇപ്പൊ ഞാൻ എടുക്കുന്നത്. പുതുതാകുന്ന തഫ്സീൽ, പുതുതായാൽ എന്ത് വേണം? അൽ മദ്കൂറു 236 237 പറഞ്ഞില്ലേ? ഹൈദ് വന്ന് പോയാൽ ഇനി എന്ത് വേണം? ഖുർഇലേക്ക് തന്നെ മടങ്ങണം, മാസം പോരാ. ആ തഫ്സീലി അവിടെ ഹുർറത്തിൽ ഹൈദ് പുതുതായാൽ എന്നാ പറഞ്ഞു പോയത്. പോരാ, ഹൈദ് പുതുതായാൽ ഹൈദിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇനി മാസം കൊണ്ട് ഇരിക്കണ്ട. ചോര കാണാത്തത് കൊണ്ടാണ് നമ്മള് മാസം പിടിച്ചത് എന്നെല്ലാം പറഞ്ഞില്ലേ? 236 237 ആ വിധി എവിടെയുണ്ട്? ഉണ്ട്. ശരിയായില്ലേ? റാത്ത് ഇതാറാത്ത് എന്നർത്ഥം. എന്നാലേ
ലോകാടിസ്ഥാനത്തിൽ പരസ്യപ്പെടുത്തിക്കൊണ്ടോന്ന് മൂടി വെച്ചൂടാ. മാസം കണ്ടാൽ എടുത്തു പറയുന്ന പോലെ പെരുന്നാൾക്ക് നോമ്പെടുക്കലായി പോവും. പിന്നെ അല്ലെങ്കിൽ നോമ്പില്ലാതെ ജനങ്ങൾ തെണ്ടിപ്പോകും. ഒരു പെണ്ണിന് സിന്നുൽ യസ് കൂടിയതായിട്ട് കണ്ടു. 62 അല്ല പോലും 70. എന്നാൽ ആ കൃഷാകാലത്തിൽ അവർക്ക് അറിയിക്കാൻ പറ്റുന്നിടത്തെല്ലാം അറിയിക്കണം, തെളിവും കാണിക്കണം. അത് ജനങ്ങൾ വിശ്വസിക്കുകയും വേണം. എന്നിട്ട് 62 എന്ന് പറഞ്ഞത് ക്ലോസ്, ട്രെയിനിന്റെ പുറത്ത് കാണാം ക്ലോസ്. ഇനി മുതൽ ഇത് നടപ്പിലാക്കിക്കൊള്ളണം. സിന്നുൽ യസ് ല്ലേ صار على اليأس زمن انقطاعه الذي لا عود بعده ويعتبر بعد ذلك بها غيرها. എല്ലാവരുടെയും റെക്കോർഡ് മാറ്റണം. ആയിഷ തലാകാത്തിക്കുന്നു 62 ആകണ്ടേ, 62 ആയാൽ പോരാ, 70 വേണം. ഇതിലേക്ക് മാറ്റിയെടുക്കണം. കഥാകാലൂഹുന വഫീഹി ഇഷ്കാലുൻ. ഇവിടെ കാര്യമായ ഇഷ്കാലുണ്ട്, വല്ലാത്തൊരു ഇഷ്കാലുണ്ട്. മറ മഅ ജവാബിഹി അവ്വലൽ ഹൈൽ 1386 1386 ആ ചോദ്യവും ഉത്തരവും നിങ്ങൾ എന്തായി കാട്ടിക്കൂട്ടി. സിന്നുൽ യസ് 62 എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന് അധികമായാൽ നിങ്ങൾ എല്ലാവരും മാറ്റിയില്ലേ? എന്നാ അഖലുൽ ഹൈൽ മാറ്റിയ നിങ്ങൾ. അഖലുൽ ഹൈൽ ഒരു പെണ്ണ് പറയുന്നത് 1.5 അക്സറുൽ ഹൈൽ 19. എന്നാ 19 ആക്കി കൊടുക്കോ? എന്തേ എന്താ പിന്നെ അവിടെ മാറ്റാറ്? നാടെന്തൊരു മാറ്റൽ, ഇവിടെ മാറ്റിയില്ലേ? നാടെ മാറ്റിക്കൂടെ? മാറ്റൂല എന്നാ പറയും. മാറ്റൂല അന്നതാക്കത ഹദീസും മാറ്റൂല. വേറെ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു അക്സറുൽ ഹൈൽ 20 ഇല്ലില്ല, അന്നിട മുണ്ടി കൊണ്ട പോലും 1386 ഒന്ന് പഠിച്ചിട്ടില്ലേ? എന്ത് വസ്തു യാറപ്പ് 1386. അതിന്റെ ഷോർട്ട് ഫോം ഉള്ളിലുണ്ട്, വേണമെങ്കിൽ. മാറ്റൂല എന്ന് പറഞ്ഞത് ആ ചെറുവാനി നിങ്ങൾ വേണ്ടുന്നിടത്ത് മാറ്റിയിട്ടില്ലേ? ആ നിങ്ങൾ പറഞ്ഞതാണ് അന്തിമം. അവിടെ ചോരയെ ഫസാദിന്റെ മേലെ ചുമത്തണം. അന്നേരം ചോദ്യം, സിന്നുൽ യസ് മാറി ഇപ്പോൾ നിങ്ങൾ മാറ്റിയില്ലേ? 62 തിരുത്തിയില്ലേ? ഇവിടെ അഖലുൽ ഹൈലും അക്സറുൽ ഹൈലും വല്ലാതെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അദമുൽ ഖിലാഫ് വന്നത്. ഖിലാഫ് വന്ന അഖലുൽ ഹൈലിലും അക്സറുൽ ഹൈലിലും. അതേസമയത്ത് സിന്നുൽ യസിൽ കുറെ കൗല് വന്നില്ലേ? വളരെ കറാത്ത് മറാത്ത് പരിശോധിച്ചിട്ടിട്ടതാണ്. ഇത് അൽ-ഇസ്തിഖ്റാഉ നാഖിസ് തന്നെ. എല്ലാ അഫ്രാദിനെയും നോക്കി തീർക്കാൻ കഴിയാത്ത നാഖിസാണെങ്കിൽ അത്തമ്മാണ്. അതുകൊണ്ട് ഇവിടെ തിരുത്തൂല, ഇവിടെ തിരുത്തു എന്ന് 1386 ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അത് തീർന്നു. വഹൽ യുഖ്ബലു ഇന്നഹാ ബലഗത് സിന്നുൽ യസി. ഒരു പെണ്ണ് പറയും ഞാൻ സിന്നുൽ യസിലായിട്ടുണ്ട്, എന്നാൽ അവളോട് തർക്കിക്കാൻ പറ്റില്ല. അവൾ കണ്ടേറെ നല്ല കുടുംബത്തെല്ലാം കാണുന്നുണ്ട്. ഞാനിപ്പോൾ സിന്നുൽ യസിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മാസം കൊണ്ട് ഇപ്പം ഇരിക്കാൻ തുടങ്ങി. 3 മാസം കഴിയുമ്പോൾ പറക്കട്ടു. അന്നേരം പറയുന്ന എല്ലാവരും നീ ചോരൻ്റെ ഉടമയാണ്, നീ ചോരൻ്റെ, നീ എന്താ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് കലഹിക്കാൻ പറ്റുമോ? സൂരി എന്തിന് എല്ലാ സർട്ടിഫിക്കറ്റ് കണ്ടണ സിന്നുൽ യസ് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്ര, ഇപ്പൊ 62 പൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് സിന്നുൽ യസ് ഉണ്ട് വേടാ. ജസമ മുമ്പില്ല
വേണ്ട ഓള് പറഞ്ഞാൽ തന്നെ ആയി പോലും. ഫഖാല ആ ബയർ പറഞ്ഞത് തുഹല്ലഫ് വരാതായിരിക്കാം. സിനിമ എനിക്ക് ഇപ്പൊ കുറുകാല സിനിമയില്ലേ സാർ, സിനിമയില്ലേ സാർ കണ്ടിട്ടില്ലേ? സത്യം ചെയ്താൽ മതി. ലായുഖ്ബലു ഖൗലുൽ ഇൻസാനി എന്ന് പറഞ്ഞിട്ടില്ലേ? അന്നഹു ബലഗ ബിസ്സിന്നി ഇല്ലാ ബിബൈനത്തിൻ ലിതയസ്സുരിഹാ എന്ന് പറഞ്ഞതിൽ നിന്ന് കിട്ടുന്നത് അന്നഹാദാ കദാലിക. ഇവിടെയും ബൈനത്ത് തന്നെ വേണം എന്നല്ലേ കിട്ടുന്നത് അല്ലേ? വൈൻ അംകന അൻ യുതകല്ലഫ ഫർഖും ബൈനഹുമാ, അവിടെയും ഇവിടെയും തമ്മിൽ വ്യത്യാസം രൂപപ്പെടുത്താനും കഴിയുമ്പോഴെങ്കിൽ അവിടുത്തെ പോലെയല്ല ഇവിടെ. എനിക്ക് ബുലൂഗായി എന്ന് പറഞ്ഞാൽ അവിടെ ബൈനത്ത് കാട്ടേണ്ടി വന്നില്ലേ? അതുപോലെ അല്ലാതെയും ആക്കാം. എന്തേ? ഏത് ന്യായം പിടിച്ചാൽ മതി? ഇത് ശാരിയോ ജഅലഹ അമീനത്തൻ ഫീ ജിൻസിൽ ഇദ്ദത്തി ദൂനൽ ബുലൂഗ് ബിസിന്നി. ഇവിടെ എല്ലാ വിഷയത്തിലും ഇവളുടെ അർഹാമല്ലേ നമ്മൾ മുറുകെ പിടിക്കുന്നു. അപ്പൊ അവളുടെ വാക്ക് തന്നെയാണ് സ്വീകാര്യത. എന്ത് വേണ്ട? ബുലൂഗും ബിസിന്നി അങ്ങനെയല്ല എന്ന് ന്യായവും പറയാലോ. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് മതി? തഹ്രീഫ് മതി. എന്ത് വേണ്ട? വേണ്ട. ഫസ്ലുൻ ഫീ ബയാനി ഇദ്ദത്തിൽ ഹാമിൽ. ഹാമിലിങ്ങളുടെ ഇതെങ്ങനെയാണ്? ഗർഭിണിയാണെങ്കിൽ ഗർഭം മൂളിയിട്ടുണ്ട് പോലും, അതേ സമയത്ത് 3 കുറി ഇരിക്കണമെന്നല്ലേ പണ്ട് പറഞ്ഞത്? വഫാത്തിൻ്റെ ഇതല്ല, തലാഖിൻ്റെ ഇദ്ദ. തലാഖ്, ഫസ്ഖ്, ഇൻഫിസാഖ്, ബായിനായ തലാഖ്, റജയ്യായ തലാഖ്. ഇവിടെ എങ്ങനെ ഇരിക്കേണ്ടത്? المطلقات يتربصن بأنفسهن 3 قروء എന്ന് 228 അത് മഖ്സൂസുൻ ഹാമിൽ അല്ലാത്തവർക്കാണ്. ഇദ്ദത്തുൽ ഹൈൽ والمطلقات يتربصن بأنفسهن 3 قروء എന്ന് പറഞ്ഞത് എന്താ? والمطلقات يتربصن بأنفسهن 3 قروء എന്ന അൽ-ബഖറ അത് ഹായിലാത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഹാമിൽ ഒഴിവാണ്. ഹാമിൽ എങ്ങനെയാ വേണ്ടി? ഹാമിൽ തന്നെയാണ്. അതുപോലെ ഒരു അഹബത്തം വാഹിദാണ്. അപ്പൊ ഇതും കഴിച്ച് ബാക്കിയാണ് അപ്പുറം വേണ്ട. ഇത് മുഖസ്സിസാണ്. കദാ ഉലാതു വല്ലദി ഇസ്മൻ ഖദ് ജുഇൽ കാദിയാത്തിൻ ഫീഹി ദാഇലൻ ഖുബിൽ. ഇതിന്റെ സറഹിൽ പറയുന്നുണ്ട് ആദ്യമകളോട്, നിങ്ങൾ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ നിങ്ങൾക്ക് 3 ശുദ്ധി എന്നത് പ്രായോഗികം അല്ല. നിങ്ങളുടെ കാര്യത്തിൽ പ്രസവം തന്നെയാണ്. ഒലൗലഹബത്തൻ അതൊരു സെക്കൻഡും ആകാം, ചിലപ്പോൾ 3 വർഷവും ആകാം. പ്രസവം മൂടിയിട്ടുണ്ടെങ്കിൽ അതെന്നെ തീരണം. അപ്പോൾ അക്ഷാകാലത്തിൽ പ്രസവത്തിനെടുത്ത് എന്തിനാ തലാഖ് കൊടുത്തത്? തീർന്നില്ലേ? പ്രസവം കൊണ്ടുള്ള ഒരു ആനുകൂല്യാന്നത്. പ്രസവത്തെ മറികടക്കുന്ന ഒരു ക്ലിയറൻസ് വേറുണ്ടോ? ഇദ്ദത്തുൽ ഹംലി അൽ ഹുർറത്തി അൽ അമത്തി അൻ ഫിറാഖി ഹയ്യിൻ. ഫിറാഖ് എന്ന് പറഞ്ഞാൽ ആട്ടിപ്പായിക്കൽ പൊട്ട്, സുഖത്തിന്റെ ഭാഗത്തിൽ ആട്ടിപ്പായിക്കലാണ്. ശരിയായ ഭർത്താവാണെങ്കിൽ തലാഖ് ചൊല്ലിയിട്ടുള്ള ഫിറാഖാണ്. ഇവിടെ ശരിയായ തലാഖ് ചൊല്ലിയിട്ടുള്ള ഫിറാഖ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫിറാഖ് എന്ന് പറഞ്ഞാൽ പായിക്കലും പൊട്ട്, എല്ലാം പൊട്ട്. ഹയ്യിൽ നിന്നാണ് പിരിഞ്ഞു പോയത്, മരിച്ചതല്ല. മരിച്ചാലും കണക്ക് തന്നെ. എന്തുകൊണ്ടാണ്? സൂറത്തു തലാഖ് 4. ഈ ആയത്ത് കൊണ്ട് തഖ്സീസ് നൽകണം പോലും. അൽ-മുതല്ലഖാത്ത് യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന എന്ന് പറഞ്ഞത് അത് കോമൺ അല്ല. ഹൈലിങ്ങൾക്കാ പറഞ്ഞത്, ഹാമിലിങ്ങൾക്കായി പറഞ്ഞത്. പക്ഷെ എന്ത് വേണോ? ഷർത്തി നിസ്ബത്തി ഇല സ്വാഹിബുൽ ഇദ്ദൻ്റെതായിരിക്കണം ഈ ലോഡ്. ഇവൻ്റേത് തന്നെയാണ് എന്ന് യഖീൻ വേണം.
ആരോ ഗർഭം ധരിപ്പിച്ചിട്ടുണ്ട്, വയറ് നീങ്ങിയിട്ടുണ്ട്. ഇവൻ തലാഖും ചൊല്ലിയാൽ അത് പ്രസവിച്ച് തീർന്നാൽ രക്ഷപ്പെടോ? അത് പ്രസവിച്ചിട്ട് എന്ത് കാര്യമോ? എനിക്കെന്ത് ശുദ്ധീകരണം? എന്താ വേണ്ടി? ഈ കന്ന് ആരുടേതാവണം? പള്ളിയിലുള്ള ഈ കുട്ടി ആരുടേതാവണം? ആവണം. ആരുടേതെങ്കിലും മതിയാ? ആരുടേതെങ്കിലും ആണെങ്കിൽ ഈ പ്രസവം അയാൾക്ക് കൊടുത്തേക്ക്. ഇയാൾക്ക് വേറെ വേണം നിലയിൽ ഇദ്ദേഹിക്കേണ്ടി വരും. അയാൾക്ക് വേണ്ടിയിട്ട് അയിനുൽ യഖീൻ വേണ്ട, ഇഹ്തിമാൽ മതി. ഞാൻ ചെയ്തിട്ട് മംഫിയാക്കപ്പെട്ട കുട്ടിയെ പോലെ. മംഫി കുട്ടി എൻ്റെതല്ല എന്ന് ഞാൻ നടത്തിയത് തെളിയിച്ചു കാണുന്നു. സത്യം ചെയ്തിട്ട് സ്വന്തം ഭാര്യനെ പറ്റി ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ടില്ല, എന്നോട് പറയും വേണ്ടെന്ന്. അത് ഹയ്യിൻ്റെ അടുത്തേ വരുള്ളൂ, മയ്യത്തിൻ്റെ അടുത്ത്. മുലായിനത്ത് ഇദ്ദേഹിക്കേണ്ടുന്നൊരു ഗതികേട് വരോ? ഞാൻ നടത്തൽ കൊണ്ട് തന്നെ വായനായില്ലേ? ഇനി വഫാത്തിൻ്റെ ഇതൊക്കെ വരോ? ഇതേടെ വരൂ. തലാഖിന്റെ വിഷയത്തിൽ ഇൻഫിസാഖ് ഇവിടെ ലിയാന നടത്തിയത്. അപ്പൊ പെണ്ണിന്റെ ഉറച്ച വാദം നിന്റെ തന്നെയാ കുട്ടി. ചക്കൻ പറയുന്ന എന്റെതല്ല എന്ന്. എന്നാ പെണ്ണിന്റെ വാദം എടുക്കാന്ന്. ഒരു എഹ്തിമാൽ കിട്ടിയാൽ മതി. ഇതിനെതിരായി മറ്റൊരു എഹ്തിമാൽ ഉണ്ടായാൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഏത് സ്ഥിതിയിൽ ആ മംഫി എന്താണ്? ഹംലാണ്. ഈ ഹംല് എന്റേതല്ല എന്നാണ്. ഞാൻ നടത്താനുള്ള പ്രത്യേക ഫോറങ്ങളെല്ലാം ഉണ്ട്. കിതാബുല്യാൽ ഭാര്യ വ്യഭിചാരത്തിന് പോയിട്ട് 4 ആളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല. ഞാൻ സത്യം ചെയ്തിട്ട് തെളിയിക്കുന്നില്ലേ? ഒറ്റമൊക്കെ തെളിയിച്ചു. അല്ലെ ഭാവിയിൽ ചെലവ് കൊടുക്കണ്ടേ? ഭാവിയിൽ വലുതായ കെട്ടിക്കണ്ടേ? ഇവന്റെ മകളായിട്ട് പ്രഖ്യാപിക്കൂലേ? അല്ലെ മകനായിട്ട് മനസ്സിൽ ചേർക്കണ്ടേ? സ്ലേറ്റ് വാങ്ങണ്ടേ? ഈ ഇങ്ങനത്തെ ഒരു കുട്ടി എനിക്കില്ല. എന്താ വേണ്ടി? കുട്ടിയെ തൊട്ട് ഈ നസബിനെ ഇവൻ തള്ളിപ്പറഞ്ഞല്ല. അത് അയിനുൽ യഖീൻ എന്നല്ല. 4 വട്ടം തൊള്ളയിടാൻ കഴിയുമെങ്കിൽ സാധാരണക്കാർക്കും കഴിയൂലേ? സത്യം ചെയ്യാൻ പാടില്ലെങ്കിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്റെ കുട്ടി തന്നെ ആയില്ലേ? ഇവനിപ്പ ആയില്ലേ? അത്രേ ഉള്ളൂ. സത്യത്തിനൊന്നും അതിന് വലിയ വിലയില്ല. ഒരു നടപടി എടുക്കാൻ അങ്ങനെ ഒരു വഴിയാക്കി. അപ്പൊ അത്ര ഉറപ്പ് പോലെ. അപ്പൊ ഈ ഞാൻ ചെയ്യപ്പെട്ട കുട്ടിനെ പ്രസവിച്ചാലും പണിന്റെ ഇത് തീരില്ല. അമ്മ ഇതാലും അമ്മ ഇതാലും ഭയത്തിലുള്ള കുഞ്ഞി ആരുടേതാവാൻ സൗകര്യമില്ല. ഏതുപോലെയൊക്കെ സബിയായ പുതിയാപ്പിളെ പോലെ അവന്റെ വയസ്സ് നന്നേ കുറവാന്ന് പോലും നുതുഫത്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. 5 വയസ്സ് 6 വയസ്സേ ഉള്ളൂ. എനിക്ക് കുട്ടി ജനിക്കോ? അവനിക്ക് എങ്ങനെയായാലും നുതുഫത്ത് കിട്ടോ? റിമൂവൽ ചെയ്യപ്പെട്ട ആളെ പോലെ ക്ലീൻ സേഫ് ആയിട്ട് പോയി. ഒന്നുമില്ല, എല്ലാം പൈപ്പേ ഉള്ളൂ. മുത്തലാഖ് മനി കുത്തി കയറ്റിയാലും കയറ്റിയിട്ടില്ലെങ്കിൽ മനി കുത്തി കയറ്റിയാലൊന്നും യാതൊരു ഫലമൊന്നും ഇല്ലാടെ അന്ന് എഫക്ട് ചെയ്യൂല. ഉൻസയില്ല പോലും അവന് ഇമ്പോസിബിൾ ആണ് കുട്ടി ജനിക്കൽ. പോസിബിൾ അല്ല, നോട്ട് അപ്ലിക്കബിൾ, പ്രായോഗികമല്ല. കണ്ടില്ലേ? ഒഴിവാക്കി അവന് കുത്തിക്കയറ്റിയ ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കേണ്ടത് 230-ലാണ്. ഇവിടെയല്ല. 230 അമ്മ അത്രയധികം ഓപ്പറേഷൻ ചെയ്തതാണ്.
ദക്കർ നീക്കം ചെയ്യപ്പെട്ടു. ഉൻസയിന് ശരിക്കുണ്ടെങ്കിൽ എന്താവും, ഉപകാരം ചെയ്യും പോലും. ഈ ലാന്തരം കണ്ടിട്ടില്ലേ നമ്മളെ പെട്രോൾ മാക്സ് ഒരു വെളുത്ത സാധനം പിടിക്കുന്നതാണ്. ഇപ്പൊ അതില്ലാന്ന് ഒരു കണ്ണാടി കുട്ടി അറിയാ, കാന്തവാക്ക് എന്ന് പറയും. ആ ആ പറഞ്ഞ മനസ്സിലായ തുണി വയ്ക്കും. അന്നേരം കെട്ട് കഴിഞ്ഞാൽ കെട്ട് ഒരു വെളുത്ത ഉൻസേനി ഉണ്ടെങ്കിൽ എന്താകും, പ്രോഗ്രസ് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞതുപോലെ മുക്കിൻ അന്തസ്തഖില മനിയവും വൈല മനി കയറ്റിയിട്ടുണ്ടെങ്കിൽ അയക്കും എൻ്റെ കുട്ടിയായും ചെയ്യും. അത് പോസിബിളായി മാറി. അതിന് ഇമ്പോസിബിൾ എന്ന് പറയാനുണ്ട. 230 പഠിച്ചവർക്ക് ഇതെല്ലാം ഈസിയാണ്. 230-ലാണ് ഈ അപഹാസുകൾ മുഴുവനും കഴിഞ്ഞത് കേട്ടാ. തെളിയിക്കണം. കുത്തിവെച്ച ടൈമോ വാക്സിനേഷൻ നടത്തിയത് പിന്നെ മഞ്ഞെടുത്തതും അതിന് റെക്കോർഡ് വേണം. തഫ്സീലി യുഹ്മലു ബഹ്സുൽ ബുൽഖീനി അല്ലുഹൂഖ. ബുൽഖീനി പറഞ്ഞല്ല ലുഹൂഖ് ഉണ്ട്. വേറെ ഏതോ ആൾ പറഞ്ഞാണ് ലുഹൂഖ് ഇല്ല. അത് ഒന്ന് കുത്തി കയറ്റിയെടുത്താണ്, പിന്നൊന്ന് കയറ്റാത്തടുത്താണ്. ഒന്ന് വെച്ചാൽ തീർന്നു. രണ്ടാൾ പറഞ്ഞത് തമ്മിൽ പൊരുത്തക്കേടൊന്നും ഇല്ല. ഇപ്പം പറഞ്ഞ തഫ്സീലില്ലേ, അംകനെ ഇസ്തിദ്ഖാലുൽ മനിയ്യായ അടുത്ത് ചേരും. ഇസ്തിദ്ഖാലുൽ മനിയ്യ് നടക്കാതെടുത്ത് ചേരൂല. വലാഹാദ തഫ്സീലി യുഹ്മലു ബഹ്സുൽ ബുൽഖീനി അല്ലുഹൂഖ. എന്താ ആ ലുഹൂഖിനെ ബഹ്സ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ നോക്കണ്ടി, എന്താ വേണ്ടി പറഞ്ഞോ. അത് ഇസ്തിദ്ഖാൽ മനിയ്യിന് സൗകര്യം ഉള്ളിടത്ത് എന്താകും, ആ കൈത് ഉൽഖീനി പറയാതിരുന്നതാണ്. അവരുടെ ഭാഷയിൽ നിന്ന് മണക്കുന്നുണ്ട്. ഇത് ഗൈറിന്റെ ബഹ്സ് അദമോ അങ്ങനെ ഇസ്തിദ്ഖാൽ കയ്യാറെടുത്തു. മൗലൂദിൻ കുട്ടിയെ പോലെ 6 മാസം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അതെ കുട്ടി ജനിക്കോ? പല തങ്കൾ ഉണ്ടാവില്ല. ഇത് തീരോ? ഇവരൊന്നും പ്രസവിച്ചിട്ട് കാര്യമുണ്ടോ? പല തങ്കൾ നീവിഹിന്റെ വയസ്സൊന്ന് നോക്ക്. പല ഇഷ്ടത്തിലെത്തിവാറിൽ ഇതെത്തി ചെറുവാനി ആ പൊതുവെല്ലാമില്ലൊന്നും വേണ്ട. തങ്കൾ ഇദ്ദമായ ജൂതി സിനയിലുള്ളതാണ് എന്ന് വെച്ചാൽ മതി. പക്ഷെ അടിക്കി ആക്ഷേപിക്കൊന്നും വേണ്ട. സിനയാണെന്ന് ഉറപ്പുണ്ടാ? ഇല്ല. ഇബാറത്തുൽ മുഗ്നി വായിക്ക് വൽഹംദുൽ മജ്ഹൂലു യുഅമലു അലാ അന്നഹു സിനൻ. ആ സിനയിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞേക്കൽ കെട്ടൽ ജായിസാകാൻ വേണ്ടി മാത്രം, മറ്റവനെ കുറ്റപ്പെടുത്താനൊന്നല്ല. ഇന്ന ആളൊന്നും വരുന്നതും വേണ്ട. അതാണ് ഉണ്ടായിക്കോട്ടെ, അത് സിനയിലുള്ളത്, അത് നെവർ മൈൻഡ്, ശ്രദ്ധിക്കേണ്ട. എനിക്ക് കെട്ടൽ ജായിസായി 10 തുടങ്ങാം. ഈ ഓണർ ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടി. അപ്പോ സമാധാനിക്കാൻ വേണ്ടി എന്താക്കിക്കോ ആയിക്കോ. പക്ഷേ ഹദ്ദടിക്കാനൊന്നും പറ്റുമോ? പിടികൂടിയിട്ട് നീ എഴുന്ന വിചാരം ചെയ്തു നിനക്ക് പറ. വഖാലൽ ഇമാമു യുഹ്മലു അലാ അന്നഹു മിൻ ബഖീ ശുബ്ഹാൻ. തന്നെ നന്നാക്കാൻ വേണ്ടി അത് ജമാക്ക് ജിന പോലെയാണ് എന്ന് പറഞ്ഞത്. ഇദ്ദ തീരൂല, ഈ കുട്ടിയെ പ്രസവിച്ചാൽ ഇദ്ദ തീരൂല എന്നാ പറഞ്ഞത്. വേറെ അക്ഷരം ഒന്നും എടുക്കൂല. പിന്നെ ശുഭത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തണ്ടാന്ന്. ഇതിനെ ഇങ്ങനത്തെ ഈ ചർച്ച ഓപ്പൺ ആയിട്ട് നടന്നത് 232-ലാണ്. 232-ലുണ്ട് ഈ ചർച്ച. ഒരു പെണ്ണിന്റെ വയറ്റില് ഗർഭം കാണുന്നുണ്ട്, കെട്ടിയിട്ട് കഴിഞ്ഞില്ലേ, ഇത് കിടന്നു വന്ന് എങ്ങനെയാന്ന്, ഈ നോണർ ആരാന്ന്, അപ്പൊ ഇത് പ്രസവിച്ച് തീരണ്ടേ, ഒന്നും നോക്കണ്ട പോലും. 232-ലതാ പറഞ്ഞിട്ട് മറക്കിയെന്നു. നല്ലോണം നെയ്യാളായിട്ട് പഠിക്കുന്നില്ല നിങ്ങൾ. ഉമിലാല അന്നഹുമിൻസിനൻ ചെറുവാനി വായിക്കും. ആദ്യം തൊയ്ഫ വായിക്കും. വലവക്കാനത്ത് ഹാമിലൻ മിൻ മിസിനൻ. സിനയിൽ നിന്നുണ്ടാകുന്നു
എന്താണ് പാസാക്കിയേക്കേണ്ടത്? ഒരു പെണ്ണിനെ കെട്ടിയില്ലെന്ന് ഗർഭിണിയായിട്ട് കാണുന്നു, കെട്ടി ശരി എന്നായിരിക്കോ? അങ്ങനെ പ്രസവിച്ച് തീരണ്ടേ? ആദ്യത്തെ ആളുണ്ടാവില്ല ചിലപ്പോ. എന്താ വേണ്ടി? എന്ന് പറഞ്ഞാൽ പറ്റും, പത്തും പറ്റും, എല്ലാം പറ്റും. കൂവത്ത് നടത്താനൊന്നും പറ്റൂല. അതെങ്ങനെ നമുക്ക് ഉറപ്പുണ്ടാ? ഇല്ല, അതൊന്നും പറ്റൂലേ, അങ്ങനെയൊന്നും പറ്റൂല. അടിയിലതാ ഇനി വൈകി പലൂല ഹാലിൽ വേറെ നല്ലോണം പഠിക്കലല്ലേ നിങ്ങൾ ഇങ്ങനെ പറ്റീച്ച്. അതിൽ വലൂല ഹാലെല്ലാം ഇബാറത്തുറവ് ചെറിയ ഇവനെ കാസി പറ്റി എന്തിന് നിക്കാഹ് ശരിയാകാനും ഒത്തു ചെയ്യാൻ പല യുവത്വത്തുബി വലീഹിന്നർത്ഥം. റുയാനിയെ തൊട്ട് വന്നില്ലേ? ഇമാമുൽ അർമീനി പറഞ്ഞത് അലാന്നഹുമിൻ ബതീസുഹാൻ തഹ്സീനൻ ലില്ലന്നീൻ. അതോ അങ്ങനെയാണ് സാഹിബു തൈജീസ് പറഞ്ഞത്. ഹിദ്മത്തുൽ ഫുഖഹായിൽ സാഹിബു തൈജീസിനെ പരിഭാഷ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തൈജീസിന്റെ മുസന്നിഫ് സാഹിബു തൈജീസ് ഹിദ്മത്തുൽ ഫുഖഹാ 80. അത് കാർഡ് ആറാമത്തത്. ഇത് 6 സാഹിബ് തൈജീസും അങ്ങനെയാണ് പറഞ്ഞത്. തൈജീസിന്റെ ആളാണ്, തൈജീസിന്റെ ആളുണ്ട്. പിന്നെ ഫിഖിന്റെ കിതാബുണ്ട്, തൈജീസും ഉണ്ട്. അടിസ്ഥാന കിതാബാണ് തൈജീസ് എന്ന് പറഞ്ഞാൽ വജീസിന്റെ ഷോർട്ടാണ്. വജീസിൽ നിന്ന് പൊറുക്കിയെടുക്കപ്പെട്ട പരിപ്പുകളാണ് ഇത് തൈജീസ്. താജുദ്ദീൻ അബുൽ ഖാസിം അബ്ദുറഹീം ഇബ്നു മുഹമ്മദ് അൽ മൗസിലി ഉണ്ടാക്കിയതാണ്. അതായത് വജീസ് കുറച്ച് നീണ്ടു വലിഞ്ഞു പോലും അത് ഒന്നും കൂടെ വെള്ളം വെറ്റിച്ചിട്ട് ആറ്റി കുറുക്കിയിട്ടുണ്ട് തൈജീസ്. ചെറവുണ്ട് തൈജീസിൽ പോലും പറഞ്ഞില്ലേ, സാഹിബ് തൈജീസ് പറഞ്ഞില്ലേ? മൗസിലി മൂസിലി ഉണ്ടാവും. മൗസിൽ എന്ന് പറഞ്ഞ നാടറിഞ്ഞൂടെ? മൗസിൽ ഖഫാരി ഇമാം ആദ്യത്തെ അംഗീകരിച്ചു. അൻവാറിന്റെ മുസന്നിഫ് പറഞ്ഞു അത് ചുമത്തേണ്ടത്. അതായത് ഇതൊക്കെ ഉപകാരം ചെയ്യൂല എന്ന് മാത്രം, പിന്നെ ബാക്കി എന്തെങ്കിലും ആക്കിക്കോട്ടെ എന്നാണ്. അത് നിങ്ങൾ ചോദിക്കുകയും വേണ്ട, പറയും വേണ്ട, അവിടെ ഉണ്ടായിക്കോട്ടെ, ഒന്നും ആക്കണ്ട. ഇത് ഗർഭം കയറ്റിയ ആളെ ലേലം ചെയ്യാനോ അയാളെ വിമർശിക്കാനോ ഒന്നും നിൽക്കണ്ട. എങ്ങനെ ഇത് വന്നെന്ന് ഞമ്മ അറിയൂല. എന്തായാലും ഞമ്മക്ക് ഇതൊക്കെ ഉപകരിക്കൂല. ഇത് വേറെ തന്നെ വേണം അല്ലേ? മുഴുവനും വീണ് തീരണ്ടേ? മുഴുവനും വീണ് തീരണ്ടേ? വേണോ? വയത് പുറപ്പെട്ടാ പോരാ, ബാക്കി ആടെ തൂങ്ങുന്നുണ്ട് പോലും. കയ്യും കാലം ഇങ്ങോട്ടെത്തിന് പോലും ബാക്കി വയസ്സിൽ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. ഇപ്പം വരും, അതുപോലെ പിന്നെ താഴെ വീണ് തന്നെയാണ്. എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യം. പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം വെളിവാകല. ഇതെന്താ പിന്നെ ഇത് പറയേണ്ട ആവശ്യം? ഇതെന്താ ഒരു തൻസീസ്? മുസന്നിഫ് ആവശ്യമായി അത് ഇത് ശർത്തിയായ കളിയാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുല്ല് എന്ന് പറഞ്ഞത് ഷർത്ത്, മുഴുവനും വീണ് തീരൽ ഷർത്താണ്. അല്ലാണ്ട് വീണ് തീർന്നാലേ ഇത് തീരുന്നല്ല, വീണ് തീർന്നോളോ എന്നർത്ഥം. വീണ് തീരണോന്നേ ഉള്ളൂ. ഷർത്തിയായ കളിയെ കൂടാണ്ട് ഷർത്തിയായ കളി അക്കലിന്റെ മേൽ അക്കമലിന്റെ മേൽ രണ്ടും ചുമത്താം. അപ്പൊ എന്താവും? മുജറദി തസ്വീരി, അതൊരു സൂറത്ത് പറഞ്ഞേ ഉള്ളൂ. എന്നത് മർദൂദാണ്. എന്താ
അസ്വരീഹി എന്ന് പറഞ്ഞത് അസ്വരീഹി ഫി വലീകുല്ലിഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം പറയുന്നതിന് വളയത്ത് ഇല്ലായുധം ഫസല കുല്ലുഹു എന്നത് മർദൂദാണ്. അലിബിൻ ഖാസിം ചോദിക്കുന്നു, ഇനി എന്തായി പറയുന്നത്? ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അസ്വരീഹി ഫി വലീകുല്ലിഹി. അവിടെ ഈ വാർത്ത ശരിയാക്കാറുണ്ട് ഇബിൻ ഖാസിം ബസാമുവിന്റെ ബൈക്കി മയാകൗലിഹി എന്നല്ല, അല്ല അവിടെ എന്തെല്ലാം ഉണ്ട്. ആ മയമാ കബുലഹു മിമ്മാ കബുലഹു അല്ല മയമാ കബുലഹു മയമാ കബുലഹു ഇതിന്റെ പുറം അല്ല മയ കൗലിഹി എന്നല്ല മിൻ കൗലിഹി എന്ന അടമിന്ന് ആടമിന്നാ വേണ്ടി പറഞ്ഞു മനസ്സിലായ? മിമ്മാ കബുലഹു എന്നല്ല മയമാ കബുലഹു മയ കൗലിഹി മിൻ കൗലിഹി. ശരിയായില്ലേ? അത് പറയുന്നത് നമ്മളുടെ നിയമം അനുസരിച്ച് ആദ്യത്തെ തന്നെ ശരി. ഏതന്നെ ശരി? അതെ, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് അങ്ങനെ തന്നെ. പക്ഷേ അത് 100% എല്ലാവരും അംഗീകരിച്ചത് തന്നെയാണോ? അല്ല, ആ വാദം അങ്ങനെ അപ്പടി സ്വീകരിച്ചുകൂടാ എന്നതിലേക്കുള്ള ഒരു കൗല് തമ്പിയാക്കിയതാണ്. അതുകൊണ്ട് മാത്രം അന്തിമമാക്കാൻ കഴിയില്ല. കാരണം അകല്ല് കൊണ്ടും അത്തമ്മ കൊണ്ടും രണ്ടും സാധിക്കാവും പ്രസവിക്കരുത്. അതുകൊണ്ട് എന്നത് യസ്തുഖു ബിൽ കുല്ലി വകദാ യസ്തുഖു ബിൽ ബഅദി. എന്താ ഷർത്തിയായ ഖളിയയാണത്. മഅനവത്ത് ബിശർത്തി വദി കുല്ലിഹി എന്നാണ്. മുഴുവനും പ്രസവിച്ച് തീരണോ വേണ്ടയോ എന്ന് കിട്ടിയിട്ടില്ല. ഷർത്തി വദി കുല്ലിഹി എന്നേ. പിന്നെ കുല്ലുകൊണ്ടും വയറുകൊണ്ടും സാധിക്കാവും. അതെല്ലാം പോയി. കുല്ലുണ്ടെങ്കിലേ വദഅത്ത് എന്ന് പറയുള്ളൂ. അത് അന്തിമമായ തീരുമാനമല്ല എന്നർത്ഥം. എത്രത്തോളം എന്ന് വെച്ചാൽ എത്രത്തോളം ഇരട്ടയിൽ നിന്ന് രണ്ടാമത്തെ കുട്ടി പോലും പോകണം. ഇരട്ട ഉണ്ടെങ്കിൽ എന്നാലേ പ്രസവിച്ചെന്ന് പറയാൻ പറ്റും. കാരണം രണ്ടും കൂടിയിട്ടാണെന്ത് കമാമറ 228 ഇവിടെ ഒരു ഭാഷാപരമായ ഒരു സംഘടന സാഹിബുൽ ലുഗത്തും കൂടിയാണ് ഇബ്നു ഭാഷ പഠിക്കണ്ടേ, അറബി ഭാഷ. രണ്ട് കുട്ടീൻ്റെ ആകെ ടോട്ടലാണ് തൗ ഒരു പള്ളയിലുള്ളത്. അത് ഏത് ഹയവാനായാലും കണക്ക് തന്നെ. തൗ പള്ളയിൽ മൗജൂദായ കുട്ടികൾ ഒന്നിലധികം ഉണ്ട്. അത് പശുവിൻ്റെത്, ആടിൻ്റെത്, മനുഷ്യൻ്റെതെല്ലാം കണക്കന്നെ. തൗ വയറ്റിൽ കാണുന്ന മുഴുവൻ കുഞ്ഞു തൗമാണ്. അതേ സമയത്ത് വബിഹംസിൻ തൗ കറജിലിൻ തൗ അമീൻ അമ്രാത്തിൻ തൗ അമത്തിൻ അത് മുഫ്രദാണ്. അതിന്റെ തസ്നിയ തൗ അമാനീൻ ഹംസയോടെ എടുക്കണം. തൗ അമാനീൻ തൗ അമാനി ഹംസ ഇസ്ബാത്ത് ചെയ്തുകൊണ്ട് എടുക്കണം. അങ്ങനെയാ മത്തിനിൽ കൊടുത്തത്. മത്തിനോട് കുതിര കയറിയത് എന്തിനാ തസ്നിയ തൗം നിലവിലുള്ള എല്ലാ കുഞ്ഞിയും തൗവമ്മന്നല്ലേ. അയാൾക്ക് അബദ്ധം പറ്റി അത് തൗവമെന്നല്ലേ ഇടവ. അവിടെ തൗമല്ലേ. ഇവിടെ തസ്നിയ എടുക്കേണ്ട ആവശ്യമില്ല. മത്തിനോട് അട്ടയിട്ടു ഇത് കിടന്നപ്പെടൽ. അത് തൗമാന്ന്, ഇത് തൗവമാന്ന്. ഇവിടെ വേർത്ത് എറിയില്ലേ. മത്തിന് തസ്നിയ കൊടുത്തത് മഹ്മൂസ് വെച്ചിട്ടാണ്. ഏതല്ല തൗമീനല്ല. തൗമീൻ എന്തിനാ തസ്നിയ? മജ്മൂഅൽ വലദൈനിയല്ലേ തൗം. അപ്പൊ അങ്ങനെ മാറ്റം വന്നതാണ്. ഇങ്ങനെയാണ് സങ്കടം പറയും കേട്ടാ.